ഷാലോം ടെലിവിഷൻ്റെ പ്രേക്ഷകരായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ ഒന്ന് ചേർന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും പെന്തക്കോസ്ത തിരുനാളിൻ്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം നേരുന്നു. സഭയുടെ ആരാധനകർമ്മ വത്സരത്തിൽ വലിയൊരു തിരുനാളിന്, പ്രത്യേകിച്ച് പെന്തക്കോസ്ത തിരുനാളിന് നമ്മളെല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് തുടക്കം കുറിച്ചുകൊണ്ട് ആ സ്വർഗാരോഹണ തിരുനാൾ മുതൽ പെന്തക്കോസ്ത തിരുനാൾ വരെ എത്തി നിൽക്കുന്ന 10 ദിവസം നമ്മെ എല്ലാവരെയും സംബന്ധിച്ച് വലിയ ഒരു ആത്മീയ ഒരുക്കത്തിൻ്റെയും വലിയ ഒരു ആത്മീയ അനുഭവത്തിൻ്റെയും അവസരമാണ്. സാർവത്രിക സഭ മുഴുവനിലും വിവിധ തലങ്ങളിൽ ഈ ഒരുക്കം നടക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഷാലോം ടെലിവിഷനിലൂടെ പെന്തക്കോസ്ത തിരുനാളിന് ഒരുക്കമായി നടത്തുന്ന ഈ ധ്യാനത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. പ്രാർത്ഥനാപൂർവം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാനും കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകത്തിനായി പ്രാർത്ഥിക്കുവാനും ഈ അവസരം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. പെന്തക്കോസ്ത തിരുനാൾ ആചരിക്കുമ്പോൾ സഭയുടെ എല്ലാ തിരുനാളുകളെയും പോലെ വളരെയേറെ ആത്മീയ അനുഭവത്തിലേക്ക് നയിക്കുവാൻ ഈ തിരുനാളിന് കഴിയും എന്നത് വളരെയേറെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. സഭയിൽ വിവിധ തിരുനാളുകൾ നമ്മൾ ആചരിക്കുന്നു. ആ തിരുനാൾ ആചരണങ്ങളെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് രക്ഷാകര ചരിത്രത്തിൽ നടന്നതായ ആ രക്ഷാകര അനുഭവങ്ങളെ പുനരനുസ്മരിക്കുവാനും പുനരനുഭവിക്കുവാനുമുള്ള ഒരവസരമായിട്ടാണ് തിരുസഭാ മാതാവ് സഭയിൽ തിരുനാളുകൾ ആചരിക്കുവാൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. സഭയിലെ തിരുനാളുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് രക്ഷാകര ചരിത്രത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക ഇടപെടലുണ്ടായ ദിവസങ്ങളെയും അവസരങ്ങളെയുമാണ് തിരുനാളുകളായി സഭ ആചരിക്കുന്നത്. ലേവ്യരുടെ പുസ്തകം 23 മുതലുള്ള അധ്യായങ്ങളിൽ വിശുദ്ധ തിരുനാളുകൾ ആചരിക്കുന്നതിനെക്കുറിച്ച് ദൈവമായ കർത്താവ് മോശയിലൂടെ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ദിനങ്ങൾ ആചരിക്കണമെന്ന് ദൈവമായ കർത്താവാണ് മോശയിലൂടെ ദൈവജനമായ ഇസ്രായേലിന് കൽപ്പന നൽകിയത്. അവിടെ വിശുദ്ധ ദിനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം വരുന്നത് സാബത്ത് ദിവസമാണെന്ന് നമുക്കറിയാം. 7-ാം ദിവസം വിശുദ്ധ ദിനമായിട്ട് ആചരിക്കാൻ, സാബത്ത് ദിനമായിട്ട് ആചരിക്കാൻ ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനത്തോട് ആഹ്വാനം ചെയ്തു. പിന്നീട് ഒരു വർഷത്തെ വിവിധ ദിവസങ്ങൾ തിരുനാളുകളായിട്ട് ആചരിക്കുവാനും ദൈവമായ കർത്താവ് മോശയിലൂടെ ദൈവജനത്തോട് ആഹ്വാനം ചെയ്യുന്നു. ആ തിരുനാളുകളെ പ്രധാനപ്പെട്ടതാണ് പെസഹ തിരുനാൾ, പെന്തക്കോസ്ത തിരുനാൾ, അതോ കൂടാര തിരുനാൾ, ഇന്ന് തുടങ്ങിയ തിരുനാളുകൾ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവിൻ്റെ സഭയിലെ തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളാണ്. സഭയിൽ വിവിധ തിരുനാളുകളുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകളുണ്ട്, വിശുദ്ധരുടെ തിരുനാളുകളുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെ വിവിധ തിരുനാളുകൾ സഭ ആചരിക്കുന്നു. അതോടൊപ്പം തന്നെ മരിച്ചവരുടെ ഓർമ്മ ദിനങ്ങൾ ആചരിക്കുന്നു, വിശുദ്ധ ദിനങ്ങളായി. ഈ തിരുനാൾ ആചരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ കർത്താവിൻ്റെ തിരുനാളുകൾ തന്നെയാണ്. ആ തിരുനാളുകളിൽ പ്രധാനപ്പെട്ടത് നമുക്കറിയാം. യേശുവിൻ്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള ക്രിസ്മസ് നമ്മൾ ആചരിക്കുന്നു. യേശുവിൻ്റെ മാമോദീസായെ അനുസ്മരിച്ചുകൊണ്ടുള്ള ദനഹ തിരുനാൾ നമ്മൾ ആചരിക്കുന്നു. യേശുവിൻ്റെ ആഘോഷപൂർണമായ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓശാന തിരുനാൾ നമ്മൾ ആചരിക്കുന്നു.
യേശുവിൻ്റെ പീഡാസഹനത്തെയും മരണത്തെയും അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ പെസഹ തിരുനാൾ ആചരിക്കുന്നു. കർത്താവിൻ്റെ ഉത്ഥാനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഉയർപ്പ് തിരുനാൾ നമ്മൾ ആചരിക്കുന്നു. യേശുവിൻ്റെ സ്വർഗാരോഹണത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്വർഗാരോഹണ തിരുനാൾ സഭ കഴിഞ്ഞ ആഴ്ചയിൽ ആചരിച്ചു. ഒപ്പം തന്നെ ഏറ്റവും അവസാനമായി പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തെ അല്ലെ അഭിഷേകത്തെ അനുസ്മരിച്ചുകൊണ്ട് പെന്തക്കുസ്ത തിരുനാൾ സഭ ആചരിക്കുന്നു. ഈ രക്ഷാകര സംഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പെന്തക്കുസ്ത ദിനം. പരിശുദ്ധാത്മാവ് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്നതിൻ്റെ അത്ഭുതകരമായ ഓർമ്മ ആചരിക്കുന്ന പെന്തക്കുസ്ത തിരുനാൾ. ക്രിസ്തു ശിഷ്യരായ നമ്മെ സംബന്ധിച്ച് ഈ തിരുനാളിന് വളരെയേറെ പ്രാധാന്യമാണുള്ളത്. ഒരുപക്ഷെ സഭയിൽ ഒരു കാലത്ത് വളരെ ആഘോഷിക്കപ്പെടാത്ത, ഒരുപക്ഷെ ആരവങ്ങളില്ലാതെ ആചരണങ്ങളില്ലാതെ കടന്നുപോയ ഒരു തിരുനാളാണ് പെന്തക്കുസ്ത തിരുനാൾ. എന്നാൽ ഇന്ന് കത്തോലിക്കാ സഭയിൽ പെന്തക്കുസ്ത തിരുനാൾ വളരെയേറെ ഒരുക്കത്തോടും വളരെയേറെ ആത്മീയ ഭക്തിയോടും കൂടി ആചരിക്കപ്പെടുന്ന ഒരു തിരുനാളായി മാറിയിട്ടുണ്ട് എന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. റിന്യൂവൽ പ്രസ്ഥാനങ്ങളുടെ എല്ലാം ആഭിമുഖ്യത്തിലാണ്, അല്ലെ കരിസ്മാറ്റിക് റിന്യൂവൽ പ്രസ്ഥാനങ്ങളുടെ തന്നെ നേതൃത്വത്തിലാണ് ഈ തിരുനാളുകൾ സാർവത്രിക സഭയിൽ കൂടുതലായും ആഘോഷിക്കപ്പെടുന്നത്. ഈ ടെലിവിഷനിലൂടെ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഈ തിരുനാളിന് വേണ്ടി ആത്മീയമായി ഒരുങ്ങുന്ന ഒരു അവസരമായി ഇത് തീരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പെന്തക്കുസ്ത തിരുനാൾ നമുക്കെല്ലാവർക്കും വലിയൊരു അഭിഷേകത്തിൻ്റെയും ആത്മീയ അനുഭവത്തിൻ്റെയും ഒരു അവസരമായി തീരണം എന്നത് വളരെ സത്യമായൊരു കാര്യമാണ്. ക്രിസ്തു വിശ്വാസികളായ നമ്മെ സംബന്ധിച്ച്, ക്രിസ്തു ശിഷ്യരും അവിടുത്തെ പ്രേക്ഷിതരുമായ സഭാമക്കളായ നമ്മെ സംബന്ധിച്ച് ഈ പെന്തക്കുസ്ത തിരുനാൾ വലിയൊരു അഭിഷേകത്തിൻ്റെ അവസരമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ വരുന്ന 4 ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ച്, അഭിഷേകം നമുക്ക് നൽകുന്ന കൃപകളെക്കുറിച്ച്, അഭിഷേകം സ്വീകരിക്കാനുള്ള വഴികളെക്കുറിച്ച് പ്രധാനമായിട്ടും ചിന്തിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് കൂടുതലായും പരിശുദ്ധാത്മാവിന് ക്രിസ്തു ശിഷ്യരായ നമ്മളുടെ ജീവിതത്തിലുള്ള പ്രാധാന്യത്തെയും സ്ഥാനത്തെയും കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, യേശുവിൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാരെ എല്ലാം അടുത്ത് വിളിച്ച് കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നതിന് മുമ്പായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുക. ഈശോ ശിഷ്യന്മാർക്ക് തൻ്റെ വചനങ്ങളൊക്കെ മനസ്സിലാക്കുവാനുള്ള കൃപ കൊടുത്തതിന് ശേഷമാണ് ഈ വാഗ്ദാനം അവർക്ക് നൽകുന്നത്. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കാൻ ഈശോ പറഞ്ഞു. ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 47 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കർത്താവിൻ്റെ ഈ വചനങ്ങൾ കാണുവാൻ സാധിക്കും. ഈശോ ശിഷ്യന്മാരെ എല്ലാം അടുത്ത് വിളിച്ച് തൻ്റെ സ്വർഗാരോഹണത്തിന് തൊട്ടു മുമ്പ് ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പനയാണ്, അല്ലെങ്കിൽ വാഗ്ദാനമാണിത്. ഈശോ പറഞ്ഞു, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുക. എന്നിട്ട് ഈശോ പറയുകയാണ്, എൻ്റെ പിതാവിൽ നിന്ന് നിങ്ങൾ കേട്ട വാഗ്ദാനം നിങ്ങൾ കാത്തിരിക്കാൻ പറയുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന് പറഞ്ഞാണ് കർത്താവ് അവരെ ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുവാൻ ഈ നഗരത്തിൽ തന്നെ നിങ്ങൾ കാത്തിരിക്കണമെന്ന്, പ്രാർത്ഥനയോടെ കാത്തിരിക്കണമെന്ന് പ്രത്യേകമായി ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുന്നു. അതനുസരിച്ചാണ് പിന്നീട് നമുക്കറിയാം, ഈശോ ഈ വചനങ്ങൾ പറഞ്ഞതിന് ശേഷം ഇരുകരങ്ങളും ഉയർത്തി തൻ്റെ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുന്നതായി നമ്മൾ കാണുന്നു. ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായം 50-ാമത്തെ വാക്യം, അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അവരെ ബേഥനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അവർ അവനെ ആരാധിച്ചു. അത്യന്തം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് അവർ മടങ്ങി.
അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് സദാസമയവും ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി. ഒരു പ്രാർത്ഥനയിൽ മുഴുകി ജീവിക്കുക. അതിന് തൊട്ടു മുമ്പുള്ള വചനമാണ് നമ്മൾ ഇതിനു മുമ്പ് ശ്രവിച്ചത്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, പാപമോചനത്തിനുള്ള അനുതാപം എൻ്റെ നാമത്തിൽ ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ഇവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ ഈ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കുവിൻ. കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശമാണിത്. പിതാവിൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുന്നത് വരെ ഈ നഗരത്തിൽ വസിക്കാൻ കർത്താവായ ഈശോ തൻ്റെ ശിഷ്യന്മാരെ ഉദ്ബോധിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ തുടർച്ചയെന്നോണം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4 മുതലുള്ള വചനങ്ങൾ. ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു ശിഷ്യരായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ പരിശുദ്ധാത്മാവിലുള്ള സ്നാനമാണ്. 2 സ്നാനങ്ങളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പ്രതിപാദിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. യോഹന്നാൻ നൽകിയതായ ജലത്താലുള്ള സ്നാനം, ഈശോ നൽകുന്ന ആത്മാവിലുള്ള സ്നാനം. ജലത്താലും പരിശുദ്ധാത്മാവിനും സ്നാനപ്പെട്ടവരാണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ കർത്താവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവ്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഉന്നതമായ ദാനമാണ് പരിശുദ്ധാത്മാവാകുന്ന ദാനം. ഈ ആത്മാവിനെ സ്വീകരിച്ചവരാണ് ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും. മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ. ഈ 2 കുദാശകൾ സ്വീകരിച്ചവരാണ് നമ്മൾ. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ആത്മാഭിഷേകം സ്വീകരിച്ച നമ്മൾ ആത്മാവിൽ നിറയാനുള്ള ഒരവസരമായി ഈ പെന്തക്കോസ്താ തിരുനാൾ ഉപകരിക്കണം, നമുക്കെല്ലാവർക്കും ഉപകരിക്കണം എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഈ പെന്തക്കോസ്താ തിരുനാൾ ആചരണം നമുക്ക് ഏവർക്കും വലിയൊരു ആത്മനിറവിൻ്റെ അവസരമായി തീരണം. അതിനുവേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. വീണ്ടും അപ്പസ്തോലന്മാരുടെ നടപടി പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വചനത്തിൽ ഈശോ ഇപ്രകാരം പറയുന്നു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവിന് നന്ദി പറയേണ്ട ഒരു വചനമാണിത്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ്, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കണം. ക്രിസ്തു ശിഷ്യരായ നമ്മുടെ ഓരോരുത്തരുടെയും ദൗത്യമാണത്, സാക്ഷികളാവുക. നമ്മൾ എവിടെയായിരുന്നാലും യേശുവിനെ സാക്ഷികളാകണം. നമ്മുടെ കുടുംബത്തിലാണെങ്കിലും, ഇടവകയിലാണെങ്കിലും, നമ്മുടെ രാജ്യത്തിലാണെങ്കിലും, നമ്മൾ എവിടെയെല്ലാം പോയാലും യേശുവിന് സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. എന്നാൽ യേശുവിന് സാക്ഷികളായി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെങ്കിൽ തീർച്ചയായും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനുള്ള സ്ഥാനത്തെക്കുറിച്ച്, പ്രസക്തിയെക്കുറിച്ച്
നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു. അത് സത്യവുമാണ്. ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ അവിടെ മാമോദീസായും സ്ഥൈര്യലേപനവും ഒന്നിച്ച് ഒരു കൂദാശയായിട്ടാണ് നൽകിയിരുന്നത്. മാമോദീസ എന്ന ഏക കൂദാശയെ ആദിമസഭയിൽ ഉണ്ടായിരുന്നുള്ളൂ, നമുക്കറിയാം. ആ മാമോദീസായുടെ കർമ്മത്തിൽ 3 പ്രധാന കർമ്മങ്ങളുള്ളതായി ആദിമസഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ആ 3 കർമ്മങ്ങൾ ഇതാണ്. ഒന്നാമത്തത് തൈലാഭിഷേകം, രണ്ടാമത്തത് ജലത്താലുള്ള ജ്ഞാനസ്നാനം, മൂന്നാമത്തത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകുന്ന തൈലാഭിഷേകം, രണ്ടാമത്തെ തൈലാഭിഷേകം എന്ന് പറയും. പ്രീ ബാപ്റ്റിസ്മൽ അനോയിൻറ്റിങ് ആൻഡ് ദെൻ ബാപ്റ്റിസം, thereafter പോസ്റ്റ് ബാപ്റ്റിസ്മൽ അനോയിൻറ്റിങ്. ഈ 3 കർമ്മങ്ങളാണ് മാമോദീസായിൽ ആദിമസഭയിൽ ഉണ്ടായിരുന്നത്. അപ്പം ഇതിൽ മാമോദീസായിലെ ആദ്യത്തെ തൈലാഭിഷേകം എല്ലാ പൈശാചിക ശക്തികളിൽ നിന്ന് വ്യക്തികളെ വിമോചിക്കുന്നതിനുള്ള വിശുദ്ധീകരണത്തിൻ്റെ തൈലാഭിഷേകമാണ്. അതുവഴി എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, ശക്തികളിൽ നിന്നും, പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും വ്യക്തികളെ വിമോചിക്കുന്ന വിശുദ്ധീകരണത്തിൻ്റെ തൈലാഭിഷേകമാണ് മാമോദീസ ക്രമത്തിലെ ആദ്യത്തെ തൈലാഭിഷേകം. അതേ തുടർന്ന് വരുന്നത് ജലത്താലുള്ള സ്നാനമാണ്. പാപമോചനത്തിനായി വിശുദ്ധ ജലത്തിൽ സ്നാനപ്പെടുത്തപ്പെടുന്നു, അർത്ഥികൾ സ്നാനപ്പെടുത്തപ്പെടുകയാണ്. അതുവഴി പാപത്തിൽ നിന്ന് നമുക്ക് മോചനം നൽകി നമ്മെ ദൈവത്തിൻ്റെ മക്കളാക്കി ഉയർത്തുന്നു. ആ ദൈവമക്കളാകാനുള്ള വരം നമുക്ക് നൽകുന്നു. മൂന്നാമത്തത് പോസ്റ്റ് ബാപ്റ്റിസ്മൽ അനോയിൻറ്റിങ്. മാമോദീസായ്ക്ക് ശേഷം വരുന്ന തൈലാഭിഷേകത്തെയാണ് ഈ പോസ്റ്റ് ബാപ്റ്റിസ്മൽ അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മാമോദീസ അർത്ഥിക്ക് നൽകുന്നതായ കർമ്മമാണ്. വിശുദ്ധ തൈലം കൊണ്ട് മെത്രാനായിരുന്ന ആദിമസഭയിൽ, ഇന്നും ലത്തീൻ സഭയിൽ നമുക്കറിയാം മെത്രാനാണ് ഈ തൈലാഭിഷേകം നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാമോദീസായിൽ നിന്ന് വേർതിരിച്ച് പിന്നീട് കാലക്രമത്തിൽ സ്ഥൈര്യലേപനം എന്ന കൂദാശ സഭയിൽ സംജാതമായത്. അതുവഴി പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം മാമോദീസ സ്വീകരിച്ച വ്യക്തിയുടെ മേൽ വന്ന് നിറയുന്നു. ഈ അഭിഷേകം സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നു. നമ്മുടെ സഹായകനായി, നമ്മുടെ ശക്തിയായി, നമ്മുടെ ഉപദേശകനായി പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിച്ച് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഒരു അവബോധം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്, പരിശുദ്ധാത്മാവാകുന്ന ദാനം സ്വീകരിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും എന്നുള്ള ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ആ ഒരു ബോധ്യത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മാമോദീസായിൽ പാപമോചിതരായിത്തീരുന്ന നമ്മൾ സ്ഥൈര്യലേപന കൂദാശയിലൂടെ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറവുള്ളവരായി തീരുന്നു. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിച്ചു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ഇതാണ് ഈശോ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. മാത്രമല്ല, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ചില പ്രത്യേക ദാനങ്ങളും ചില വരങ്ങളും നിങ്ങളിൽ ചില ഫലങ്ങളും ഉളവാക്കുമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് നമ്മളെന്നുള്ള ബോധ്യത്തിലേക്ക് വളരാൻ ഈ അവസരത്തിൽ നമുക്ക് പരിശ്രമിക്കാം. എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വഴി നമുക്ക് ലഭിക്കുന്നത്? മാമോദീസായിൽ നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ഇപ്പോൾ ചില ആളുകൾ ചോദിക്കും, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്നുവെന്ന് പറയുമ്പോൾ എപ്പോഴാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ വന്ന് വസിക്കുന്നത്? കാരണം ചില ആളുകളെ സംബന്ധിച്ച സംശയമാണ്. ആത്മാവ് വന്ന് വസിക്കുന്നു, എവിടെയാണ് വസിക്കുക? നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിലാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്.
പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്നാണ് പ്രവർത്തിക്കുക. നമ്മുടെ ആത്മാവിനെ മാറ്റിക്കൊണ്ടല്ല പ്രവർത്തിക്കുക. നമ്മുടെ ആത്മാവിനെ എടുത്ത് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവ് വന്ന ആ സ്ഥാനത്തിരിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ വന്ന് വസിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നിരന്തരം പ്രചോദിപ്പിക്കുന്ന ഒരു ശക്തിയായിട്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. നമ്മുടെ ആത്മാവിനെ ഉപദേശിക്കുന്ന ഓരോ അവസരത്തിലും എന്ത് ചെയ്യണമെന്ന് എന്ത് ചെയ്യരുതെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്ന ഒരു സഹായകനായി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുന്നു. എല്ലാറ്റിനുമുപരി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക വഴി നമ്മളെല്ലാവരും ദൈവമക്കളായി ഉയർത്തപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത്തെ വചനം അവിടെ പറയുന്നത്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവം തൻ്റെ മക്കളാകാൻ വരം നൽകി. ആ വരം ലഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വന്ന് വസിക്കുന്നതിലൂടെ നമ്മൾ ദൈവമക്കളായി ഉയർത്തപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവബോധത്തിലേക്ക് വളരാൻ ഈശോ നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക വഴി മനുഷ്യമക്കളായിരുന്നുവെങ്കിലും ഇപ്പോൾ ദൈവത്തിൻ്റെ ദത്തുപുത്രരായി ഉയർത്തപ്പെട്ടവരാണെന്നുള്ള ആ വലിയ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ദൈവമക്കളായി തീരുവാൻ പരിശുദ്ധാത്മാവിലൂടെ വരം ലഭിച്ച നമുക്ക് ഈ വലിയ ദാനത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. ഈ ആത്മാവിൽ ഞങ്ങളെ എപ്പോഴും അതിൻ്റെ നിറവിൽ നിലനിർത്തണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാകുന്ന കൃപ നമുക്ക് ദാനമായി നൽകുന്ന സ്വർഗീയ പിതാവിനെ നമുക്ക് ആരാധിക്കാം. ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്യുന്ന യേശുവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മിൽ വസിച്ചുകൊണ്ട് നിരന്തരം നമ്മെ നയിക്കുകയും ദൈവമക്കളുടെ സ്ഥാനത്തേക്ക് നമ്മളെ ഉയർത്തി നമ്മെ ഉന്നതരാക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് നന്ദി പറയാം. ആ ആത്മാവിൻ്റെ പ്രചോദനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ വേണ്ട ശക്തിക്കായി തുടർന്ന് വരുന്ന ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും ഈ അവബോധത്തിലേക്ക്, ആത്മാവിൻ്റെ ശക്തിയാൽ ഞങ്ങൾ ഓരോരുത്തരും ദൈവമക്കളായി തീർന്നവരാണെന്നുള്ള ആ വലിയ അവബോധത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആരാധനയിലൂടെ കർത്താവ് നമ്മെ ഓരോരുത്തരെയും ഈ കൃപകൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. So
കർത്താവിനെ നമുക്ക് സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൃപയാഭിഷേകം ചൊരിയണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ശക്തിപ്പെടുത്തണമേ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ, അസ്വസ്ഥതകൾ വിട്ടുപോകട്ടെ. അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ ശരീരത്തെയോ മനസ്സിനെയോ ആത്മാവിനെ ബന്ധിക്കുന്ന എല്ലാ ശക്തികളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആത്മാവിൽ നിറഞ്ഞ് അങ്ങേ ആരാധിക്കുവാൻ സ്തുതിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ യേശുവേ. അവിടുത്തെ പരിശുദ്ധമായ നാമത്തിന്റെ ശക്തിയാൽ ഈ സന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിന്റെ ശക്തിയാൽ എല്ലാ ബന്ധനങ്ങളും അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ. ഇവരെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇവരെല്ലാവരും നിറയുവാനിടയാക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കൃപയും അനുഗ്രഹവും ഞങ്ങൾ എല്ലാവരും ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. ഈശോയെ, ഞങ്ങളുടെ പരിശുദ്ധമായ സാന്നിധ്യം ഞങ്ങൾ ഏറ്റുപറയും. ഉദ്ധിതനായ കർത്താവേ, വിശുദ്ധ കുർബാനയെ സന്നിധി ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറയും. ഈശോയെ, ഉത്ഥാനത്തിന് ശേഷം കഥകൾ അടച്ചിരുന്ന സ്ലീഹന്മാരുടെ മധ്യയിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിച്ചുകൊണ്ട് അവരുടെ മധ്യയിലേക്ക് കടന്നു വന്ന കർത്താവേ, അതേ സമാധാനം ഇപ്പോൾ ഈ മക്കളുടെ മേലും ആശംസിക്കണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയും അവർക്ക് ആശംസകൾ അർപ്പിക്കുകയും ചെയ്ത കർത്താവേ, ആ ദൈവിക സമാധാനം ഇപ്പോൾ നിങ്ങളുടെ തിരുസന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം ചെയ്യും, യേശുവേ സ്തോത്രം ചെയ്യും. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയതിൻ്റെ ഓർമ്മയെ ആചരിക്കുവാൻ ഒരുങ്ങുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളെ എല്ലാവരെയും അങ്ങനെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താ സ്ലീഹന്മാർ നിറഞ്ഞ ആ പെന്തക്കോസ്തായുടെ തിരുനാൾ ആചരിക്കുവാൻ ഒരുങ്ങുന്ന അങ്ങയുടെ മക്കളായി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേചിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ,
അങ്ങയുടെ ശിഷ്യന്മാർ അങ്ങയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തോടുകൂടി പ്രാർത്ഥനയിൽ വ്യാപരിച്ച ദിവസങ്ങളാണല്ലോ ഇത്. അതുപോലെ ഞങ്ങളും ഇതാ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ ഇതാ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളെയും ശക്തിപ്പെടുത്തണമേ എന്ന് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ മക്കളുടെ മേൽ അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തി വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തി ഇപ്പോൾ തന്നെ ഇവരെ ആവരണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാമത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മ ശക്തി ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ആവസിക്കട്ടെ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിന്റെ ശക്തി ഇവരെ ആവരണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സ്വർഗാരോഹണത്തിന് മുമ്പ് ശിഷ്യന്മാരോട് അങ്ങനെ പറഞ്ഞുവല്ലോ, നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുവിൻ. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ നിങ്ങൾ ഈ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. വീണ്ടും കർത്താവേ, ഞങ്ങളുടെ വചനം ഞങ്ങൾ ശ്രവിക്കുന്നു. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ ജെറുസലേമിലും യൂദയായിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവായ ഈശോയെ, അങ്ങയുടെ ശിഷ്യരായി ഞങ്ങൾ ഓരോരുത്തരും ഇതാ അങ്ങയുടെ സന്നിധിയിലായിരിക്കും. അങ്ങയുടെ ശിഷ്യന്മാരോട് അങ്ങനെ പറഞ്ഞ വചനം ഞങ്ങൾ ഇതാ ശ്രവിക്കുന്നു. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അതിനായി പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ധരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഈ ലോകബന്ധങ്ങളെക്കാളും ഈ ലോക സമ്പത്തിനേക്കാളും എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈ ലോകമോഹങ്ങളെക്കാൾ ഉപരിയായി, ഈ ലോക വിജ്ഞാനത്തെക്കാൾ ഉപരിയായി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുകയും അങ്ങയുടെ ആത്മാവിനായി ദാഹിക്കുകയും ചെയ്യുന്നു. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടി ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നും അങ്ങേയ്ക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. ഈശോയെ, ഈ ലോക ബന്ധങ്ങളെക്കാൾ എല്ലാം ഉപരിയായി, ഈ ലോകത്തിലെ എല്ലാ സമ്പത്തുകളെക്കാളും ഉപരിയായി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. ഈ ലോക മോഹങ്ങളേക്കാൾ, ഈ ലോക വിജ്ഞാനത്തേക്കാൾ, ഈ ലോക മോഹങ്ങളേക്കാൾ, ഈ ലോക വിജ്ഞാനത്തേക്കാൾ എല്ലാറ്റിനും ഉപരിയായി ഈശോയെ എന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേക്ക് ആരാധന. ഈശോയെ, അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു കർത്താവേ. അങ്ങയുടെ ജീവിതത്തിന്റെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന കർത്താവേ, എല്ലാറ്റിനും ഉപരിയായി അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ ലോക സമ്പത്തിനേക്കാൾ, ഈ
നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുവിൻ്റെ സന്നിധി, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്ന കർത്താവായ യേശുവിൻ്റെ സന്നിധി, നമ്മൾ അവിടുത്തെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത സമയമാണിത്. ആ ഈശോയോട് നമുക്ക് വ്യക്തിപരമായി ഏറ്റു പറയാം, ജീസസ് ഐ ലവ് യു. ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഈശോയെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവാകുന്ന വലിയ ദാനത്തെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയിൽ വിശ്വസിച്ചവരായ, അങ്ങയെ നാഥനും രക്ഷകനുമായി ഹൃദയത്തെ സ്വീകരിച്ചവരായ ഞങ്ങളുടെ മേൽ നമ്മുടെ പരിശുദ്ധാത്മാവിനെ നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയും. ആത്മാവിൻ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയും. ആദിമ സഭയിൽ അങ്ങയുടെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകി ശക്തിപ്പെടുത്തി അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ശക്തി കൊടുത്തതുപോലെ ഈ ലോകത്തിൽ ഇന്ന് അങ്ങേക്ക് സാക്ഷികളാകുവാൻ വിളിക്കപ്പെട്ട അങ്ങയുടെ മക്കളായി ഞങ്ങളെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങയുടെ മക്കളും ശിഷ്യരുമായി ഞങ്ങളെ ഓരോരുത്തരെയും ജീവദായകമായ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ചിന്തകളെയും ഓർമ്മകളെയും ഭാവനയുടെ തലങ്ങളെയും ശരീരത്തെയും അതിൻ്റെ എല്ലാ അംശങ്ങളെയും ഞങ്ങളുടെ ആത്മാവിനാൽ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ കർത്താവേ. അങ്ങേക്ക് സാക്ഷികളായി ലോകത്തിൽ ജീവിക്കുവാൻ, അങ്ങയുടെ വചനം പ്രഘോഷിക്കുവാൻ, ധീരതയോടെ ജീവിക്കുവാൻ ഞങ്ങൾ ശക്തി നേടുന്നതിന് വേണ്ടി കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ അതിജീവിക്കുവാൻ, സാത്താൻ്റെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ, സാത്താൻ്റെ ശക്തികളെ തോൽപ്പിക്കുവാനുള്ള ആത്മബലവും ശക്തിയും കർത്താവേ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും അങ്ങയുടെ ആത്മാവിനെ നൽകി ശക്തിപ്പെടുത്തുകയും ആത്മാവിനെ സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഒരുക്കുകയും ചെയ്ത കർത്താവേ, ആത്മാവിലെപ്പോഴും നിറവുള്ളവരായി നിലനിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന നമ്മൾ ദാഹത്തോടെ ഈശോയോട് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ഈശോയെ, ഇപ്പോൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ ആത്മാവിനെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാമോദീസായി നൽകപ്പെട്ടതും ഓരോ ഹുദാശയിലൂടെ വീണ്ടും വീണ്ടും ഞങ്ങളെ നിറയ്ക്കുന്നതുമായ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഇപ്പോൾ ഇവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ ശക്തിയാൽ ഇവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങളെല്ലാം അകന്നു പോകുവാൻ തക്കവിധം, പാപവാസനകളെ അതിജീവിക്കുവാൻ തക്കവിധം, പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ തക്കവിധമുള്ള ആത്മീയ ശക്തിയാൽ ഇവർ നിറയുന്നതിന് വേണ്ടി സ്വർഗത്തിന്റെ ശക്തി ഇവരുടെ മേൽ അയക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ മക്കളുടെ മേൽ വർഷിക്കണമേ എന്ന് ഇതാ ഒരുമയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിന്റെ ശക്തി ഇപ്പോൾ ഇവരിൽ വ്യാപരിക്കട്ടെ. കർത്താവേ, അവിടുത്തെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇവരിൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നത് വരെ ഇതാ ഈ മക്കൾ പ്രാർത്ഥനയിൽ വ്യാപരിക്കുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ അയച്ച് ഇവരെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ ഇതാ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തിയാൽ നമ്മൾ നിറയുന്നതിന് വേണ്ടി പരിശുദ്ധാത്മാവെ ശക്തി പകർന്നിടണമേ എന്ന ഗീതം പാടി
കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ സ്ലീഹന്മാരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ, ആദിമ സഭയുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ ഞങ്ങളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. 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 കർത്താവായ ഈശോയെ, ഞങ്ങളുടെ ജീവിതായികമായ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് ഈ മക്കളുടെ ഹൃദയങ്ങളിലും മനസ്സിലും ശരീരത്തിലും ആവസിച്ച് ഇവരെ വിശുദ്ധീകരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേക്ക് സജീവ സാക്ഷ്യം നൽകുവാൻ ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിങ്ങളിൽ വന്ന് വസിക്കുകയും നിങ്ങളെ കൊടുകൊള്ളുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവിൻ്റെ പരിശുദ്ധമായ ആശീർവാദം സ്വീകരിക്കാൻ നമുക്ക് തലകുനിക്കാം. ദാഹത്തോടെ ഒരുമയോടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദൈവമേ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ
ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഘോഷയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.